റംബൂട്ടാൻ കായ്ക്കുന്ന സീസൺ ആകുമ്പോഴത്തേക്കും എൻ്റെ ചാനലിലെ റംബൂട്ടാൻ്റെ ഒരു വീഡിയോ എങ്കിലും കാണാതിരിക്കത്തില്ല. കാരണം ഏട്ടൻ്റെ വീട്ടിൽ റംബൂട്ടാൻ മരം ഉണ്ട് കേട്ടോ. വീടിൻ്റെ തൊട്ട് മുറ്റത്തായിട്ടൊരു വലിയ മരമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മരത്തിലൊന്ന് വലയിടണം. അങ്ങനെ വലയിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡ് കളറായിട്ട് നിൽപ്പുണ്ട്. അപ്പം അതും കൂടി പറിച്ചിട്ടുണ്ടേ. പിന്നെ ഇന്ന് ചേച്ചിയും കണ്ണനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി എന്ന് പറയുന്നത് ഏട്ടൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വലയൊക്കെ എടുത്തിട്ട് ഓരോ പ്ലാൻ ചെയ്യാണ് ഇങ്ങനെ ഇടണമെന്ന്. വല ഇടാൻ മെയിൻ കാരണം എന്ന് വയ്ക്കുന്നത് ഈ കുഞ്ഞു കിളികളൊക്കെ വന്നിട്ടേ ഈ റംബൂട്ടാൻ കൊത്തി കഴിക്കും, കൊത്തി താഴെ ഇടുകയൊക്കെ ചെയ്യും. അവരും ഭൂമിയുടെ അവകാശികളാണ് എന്നും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ, നമുക്കും കൂടെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വലയിട്ട് കവർ ചെയ്യാണ്. ഞാൻ കണ്ടിട്ടുള്ള മിക്ക വീടുകളിലും ഇങ്ങനെ റംബൂട്ടാൻ മരം ഇങ്ങനെ കവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും റംബൂട്ടാൻ മരം കവർ ചെയ്യുകയാണ്. റംബൂട്ടാൻ എല്ലാം കൂടി ഒരുമിച്ച് റെഡ് കളർ ആവുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കഴിക്കാനുള്ളതല്ല, നമ്മുടെ ഒരു കുങ്കുമം ഉണ്ടല്ലോ, ഒരു അതിൻ്റെ പേര് എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല, അതെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ വന്ന ശേഷമാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലായത്. ഞാൻ ഇവിടെ മാരേജ് ചെയ്യുന്ന വന്ന സമയത്തൊന്നും ഇത് കായ്ക്കത്തില്ലായിരുന്നു, അത് അപ്പോഴും വളർന്ന് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് എനിക്ക് പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു. പിന്നെ ഇത് കായ്ച്ചു തുടങ്ങിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇതാണ് സംഭവം എന്ന്. ഇതും ഒരു വലിയ റംബൂട്ടാൻ കൊതി തന്നെയാണ്. അവന് റംബൂട്ടാൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണേ.